പറഞ്ഞിട്ട് അവർ എഴുന്നേറ്റിട്ടില്ല. ഞാനൊട്ട് വിളിക്കാനും പോയില്ല. ഏത് വീട്ടിൽ നടക്കും മാലതി ഇതൊക്കെ? ഒരു വീട്ടിൽ നടക്കത്തില്ല. എൻ്റെ മകന്റെ ഭാര്യ എങ്ങാനും ആയിരിക്കണമായിരുന്നു. അവളെ ഞാനൊരു പാഠം പഠിപ്പിച്ചാണേ. അതിന് ദൈവം എനിക്ക് 2 പെമ്പിളരാണല്ലോ തന്നത്. മീൻകറിയാ? ചിക്കൻ കറി അടിപൊളി. കുറച്ച് സമയമായി വന്നിട്ട്. ആണോ? എന്താണ് അമ്മ? പുട്ടും മീൻകറി ചിക്കനും ഒക്കെ ഉണ്ടല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ടും മീൻകറി. ഓ, അത് പിന്നെ വല്ലവനൊക്കെ ഉണ്ടാക്കുന്ന കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ. അല്ല, ഞാൻ ഈ ഹോട്ടലിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന കാര്യ പറഞ്ഞേ. അതെ, എന്റെ മോളിന്ന് വരുന്നുണ്ട്. അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാ, നിനക്കുണ്ടാക്കിയതല്ല. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ദോശമാവ് ഇരിപ്പുണ്ട്. തേങ്ങ ഇങ്ങോട്ടൊന്ന് മാറിയിക്കോ. രേവതി വരുന്നുണ്ടോ അമ്മ? ഗണേശും ഉണ്ടോ? ആ, രേവതിയും ഉണ്ട്, ഗണേശും ഉണ്ട്. എന്റെ മോളെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെയും ഒരു വീട്ടിലും പോയി ഒറ്റയ്ക്ക് പോയി അന്തി ഉറങ്ങിയിട്ടില്ല. ഇവിടെ പോലും ഞാൻ അങ്ങനെ അവളെ വളർത്തിയിരിക്കുന്നത്. അതാ വളർത്തു ഗുണം. അമ്മ, എൻ്റെ വീട്ടിൽ ഞാൻ പോയി നിൽക്കുന്നതിന് വിവേകേട്ടന് കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്കിഷ്ടമാണ് വിവേകേട്ടൻ എൻ്റെ കൂടെ നിൽക്കുന്നത്. അമ്മ സമ്മതിക്കാത്തോണ്ടാ. അതെ, എന്റെ മോനെ ഒറ്റയ്ക്ക് അങ്ങ് വിടത്തില്ല. അവൻ എന്റെ മോനാ, ഞാൻ പറയുന്നതേ കേക്കൂ. അവൻ അച്ചിക്കോന്തനായിട്ടല്ല അവനെ ഞാൻ വളർത്തിയത്. അവക്ക് പണഞ്ഞത് പിടിച്ചില്ല. എന്റെ മോനെ അവിടെ വരുതി കിട്ടാത്തോണ്ടുള്ള ദേഷ്യം നടക്കത്തില്ലത്. എനിക്ക് മനസ്സിലായടി. അല്ലെങ്കിലും കല്യാണ മണ്ഡപത്തിൽ അവൾ കയറി വരുന്നത് കണ്ടപ്പോഴേ ഞാൻ മനസ്സിലാക്കിയതാ നിന്റെ കുടുംബം അവള് കുട്ടിച്ചോറാക്കുമെന്ന്. കല്യാണത്തിന് മുന്നേ എങ്ങാനും അവളെ കണ്ടിരുന്നെങ്കിൽ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ലായിരുന്നു. അതെങ്ങനെ? നീ കല്യാണം എല്ലാം ഉറപ്പിച്ചിട്ടല്ലേ ഞങ്ങളെയൊക്കെ കല്യാണം കൂടാൻ വിളിച്ചത്? എന്ത് പറയാന്, എന്റെ മോന്റെ വിധി. എന്റെ കുടുംബത്തിലുള്ളവരെല്ലാം പറഞ്ഞതാ അവന് ചേരുന്ന ഒരു പെണ്ണേ അല്ലെന്ന്. ഇനി എന്ത് ചെയ്യാന്? അവൻ ഇപ്പോഴെന്താ ഒരു കുറവ്? അവന് ഇനിയും വേണമെങ്കിൽ നല്ല പെൺകുട്ടികളെ ഞാൻ കൊണ്ട് തരാം നിനക്ക്. ഓ, അവന്റെ വിധിയാണെന്ന് വിചാരിക്കാടി, അല്ലാതെ എന്ത് ചെയ്യാന്? അല്ല, രേവതി എപ്പോ വരും? അവള് വിളിച്ചിരുന്നു. അവള് 10 മണിയാകുമ്പോഴത്തേന് എത്തും. അല്ല, നീ വെറുതെ ഇറങ്ങിയതാണോ? ഓ, നിന്നെ ഒന്ന് കണ്ട് വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് പോവാന്ന് കരുതി. അത് നിനക്ക് വിശക്കുന്നില്ലേ? വല്ലതും കഴിക്കണ്ടേ? വിശപ്പൊന്നും തീരെ ഇല്ല. പിന്നെ നിന്നെ കാണാൻ വന്നേല്ലേ, നിന്റെ കൈ കൊണ്ട് എന്തെങ്കിലും വെച്ചിട്ടായി കഴിച്ചിട്ട് പോവാന്ന് കരുതി. എന്നാ നീ ആ പ്ലേറ്റിങ് എടുക്ക്. നീ ഇച്ചിരി പുട്ടും മീൻകറിയും എടുക്ക്. ഇച്ചിരി കൂടെ ഒഴിച്ചോ. കഴിക്ക്. നല്ല ടേസ്റ്റ് ആണല്ലോ നിന്റെ മീൻകറി. കൊള്ളാം. കഴിക്ക്. അല്ല, ഇവിടെ രേവതിയോട് എങ്ങനെയാ? രേവതിയോട് സ്നേഹമൊക്കെയാ. അല്ലാതെ അവിടെ അടുത്ത് പോരെടുക്കാൻ നിന്നാലേ ഇവള് പടിക്ക് പുറത്താ നമുക്ക് നല്ലോണം അറിയാം. പിന്നെ വിവേകനെ രേവതി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതാടി സഹോദര സ്നേഹം. നീ കഴിക്കടി. നീ ഇച്ചിരി മീൻകറി കൂടെ എടുത്തേ. നീ കഴിക്ക്. അമ്മ, മോളെ, എത്ര ദിവസമായിട്ട് നിന്നെ കണ്ടിട്ട്? കഴിഞ്ഞ ആഴ്ച 3-4 ദിവസം നമ്മളിവിടെ നിന്നിട്ടല്ലേ പോയത്? ഓ, എനിക്ക് എന്നാലും ഒത്തിരി ദിവസമായതുപോലെ തോന്നുന്നേ. അമ്മ, എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും താ. ഇപ്പോഴല്ലേ മസാല ദോശ കഴിച്ചത് വിശക്കുന്നെന്ന് പറഞ്ഞ്? അത് വെച്ചിട്ട് 1 മണിക്കൂർ ആയില്ലേ? മോള് വാ, അമ്മ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏട്ടാ,
യാത്രയൊക്കെ ഓ എങ്ങനെയുണ്ടായിരുന്നു? അതൊക്കെ എന്നത്തെ പോലെ അടിപൊളി. ഈ ഇതെന്താ ചേച്ചിന്റെ മുഖം ഒരുമാതിരി വാടി വിളറിയിരിക്കുന്നേ? ഇപ്പൊ കണ്ട ഒരുപാട് പ്രായം തോന്നിക്കണ്ട് ചേച്ചിക്ക്. ചേട്ടന് ഒട്ടും മാച്ചല്ല. എന്തോന്നടി എന്ത് നാറ്റം, നീ ഒന്ന് കുളിച്ചില്ലേ? ഒന്ന് പോയേട്ടാ, ഞാൻ കുളിച്ചിട്ടൊക്കെ എന്നെ വന്നേ. എന്റെ അളിയ കല്യാണത്തിന് മുമ്പേ വെള്ളം കാണുന്ന തന്നെ ഇവക്ക് അലർജിയായിരുന്നു. ഒരാഴ്ചയൊക്കെ ഇവിടെ കുളിക്കാതിരുന്നിട്ടുണ്ട്. ഒന്ന് പോയേ. വന്ന് കേറി രണ്ടും കൂടെ തുടങ്ങിക്കോളും. നീ ഇങ്ങോട്ട് വന്നിരിക്കും. അമ്മ എനിക്ക് പേശക്കൊന്നു എന്തെങ്കിലും കഴിക്കാൻ തന്നെ. ആ ഇതിന് മാത്രം ഒരു കുറവുമില്ല. എങ്ങനെ സഹിക്കണില്ല? എന്ത് ചെയ്യാം, ഞാൻ പെട്ടുപോയില്ലേ. അമ്മ വാ. ആളി അറിയായിരിക്കും ഞാൻ ഇപ്പൊ വരാം. എന്താടോ തൻ്റെ മുഖം വല്ലാതെ അത്? അവള് പറയണത് കേട്ടിട്ടാണോ? എടോ അവളൊരു പൊട്ടിക്കാളിയാ. വായി വരുന്ന എന്തും വിളിച്ചു പറയും. പിന്നെ കുറച്ച് പോസിറ്റീവ്നെസ് ഉണ്ട്, അത് താൻ കാര്യമാക്കണ്ട. പോസസീവ്നെസ് എനിക്കുണ്ട് ഏട്ടാ. എടോ താൻ ഇങ്ങനെ സില്ലി ആവല്ലേ. ഒന്നും അല്ല ഏട്ടാ, ഞാൻ വന്ന അന്ന് മുതൽ ശ്രദ്ധിക്കണതാ. രേവതി വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് എന്നോട് വലിയ മൈൻഡൊന്നുമില്ല. ഇന്ന് തന്നെ കിച്ചണിൽ പോയപ്പോഴേ പുട്ടും മീൻകറി ഉണ്ടാക്കി വെച്ചാൽ കണ്ടിട്ട് ഞാൻ കൊത്തി വന്നിട്ട് കഴിക്കാൻ വേണ്ടി പോയതാ. അപ്പം അമ്മ ഒരുമാതിരി ഇൻസൾട്ടിങ് സംസാരമൊക്കെ, അതും ആ മാമിയുടെ മുമ്പിൽ വെച്ച് എനിക്ക് ഭയങ്കര വിഷമമായി. എടോ താനത് കാര്യമാക്കണ്ട. തനിക്ക് എന്ത് കഴിക്കണമെന്ന് തോന്നിയിരുന്നാലും എൻ്റെ അടുത്ത് പറ, നമുക്ക് പുറത്ത് പോകുമ്പോൾ കഴിക്കാടോ. അല്ലാതെ ഇവിടെ അത് മനസ്സ് വെച്ചുകൊണ്ട് നടക്കണ്ട, പിന്നെ അത് വലിയ പ്രശ്നങ്ങളിലോട്ട് പോകും. ഞാനത് പുറത്തു പോയിട്ട് വരാം. ഏട്ടാ എങ്ങനെ പോകുന്നത്? രാഹുൽ വിളിക്കാൻ പറ്റുന്നത്. ഓക്കെ ഞാൻ വരണേ പോയിട്ടാ. ചിരിക്കണോ? അമ്മ ചിക്കൻ. ഇതൊന്നും പതുക്കെ കഴിക്കടി, ഇതൊന്നും ആരും എടുത്തോണ്ട് പോകില്ല. ഓ അമ്മയ്ക്കറിയോ, ആ വീട്ടിൽ ഒരാൾക്കും ഒരു സാധനം വായിക്ക് രുചിയായിട്ട് ഉണ്ടാക്കാൻ അറിയത്തില്ല. ഇവിടെ വരുമ്പോഴാ ഞാൻ വയറ് കാണിച്ചു വല്ലതും കഴിക്കുന്നത്. എന്റെ മോള് കഴിക്ക്. എന്റെ മോക്ക് കഴിക്കാൻ അമ്മ ഉണ്ടാക്കിയത്. അമ്മ ഇവള് ചുമ്മാ കള്ളം പറയുന്നേ. ഇവള് വീട്ടിലുണ്ടാക്കുന്ന ഒന്നും കഴിക്കത്തില്ല. 4 നേരം ഞാനാ ഫുഡ് ഓർഡർ ചെയ്ത് കൊടുക്കുന്നത്. അതെന്തുകൊണ്ടാ? വീട്ടിലെ ഫുഡ് കൊള്ളാഞ്ഞിട്ടില്ലേ ഓർഡർ ചെയ്യുന്നേ? എന്റെ മോളങ്ങ് വാടിപ്പോയി അങ്ങ്. ഒരാഴ്ച ഇവിടെ നിന്ന് ആഹാരമൊക്കെ കഴിച്ച് വണ്ണം വെച്ചിട്ട് മോള് പോയാൽ മതി. അത് പോരാ മോനെ? ആ അമ്മ കഴിച്ചായിരുന്നോ? ഇല്ല വേഗം കഴിച്ചോ, ഇവള് ഫുള്ള് തീർക്കും. അത് അവക്ക് കഴിക്കാൻ ഞാൻ ഉണ്ടാക്കിയത്. എന്റെ മോള് കഴിച്ചു. വേണ്ട ഗണേഷ്, ഞാൻ കഴിച്ചതാ. കഴിക്കും. ചേച്ചി ഇത് ഏത് നമ്മളെ ചേച്ചി? പുതിയതാണോ? ആ ഇത് കഴിഞ്ഞ ദിവസം ഏട്ടന് ഉത്സവത്തിന് പോയപ്പോ വാങ്ങിച്ചോണ്ട് വന്നേ. ഇതെനിക്ക് വേണേ. ഞാൻ വേറെ തന്നാ മതിയോ? വേണ്ട, എനിക്കിത് തന്നെ വേണം. എന്റെ പുതിയ ചുരിദാറിന് ചേരും. അതങ്ങ് ഊരി കൊടുത്തേര്. നിന്നെക്കാളും ചെയ്തത് അവക്കാ. അതൊന്നും വേണ്ട രമ്യ, എനിക്ക് ഞാൻ വേറെ വാങ്ങിച്ചു തരാം. എനിക്ക് വേണം. സാറില്ല, ഞാൻ കൊടുക്കാം. കുഴപ്പമില്ല. രേവതി ഇട്ടോട്ടെ, അല്ലെങ്കിൽ വരുന്നേക്കാളും വെച്ച് രേവതി. കഴിക്ക് കഴിക്കിട്ടോ. നിനക്ക് ഇതിന്റെ കുഴപ്പമൊന്നും, നിനക്ക് ഞാൻ വേറെ വാങ്ങിച്ചു തരില്ലേ? എന്തിനാ വേറെ ഒരാളുടെ സാധനം നിനക്ക്? എന്തിനാന്നോ? ഈ വീട്ടിലുള്ള എല്ലാം എന്റെ തന്നെയാ, ഇല്ലേ അമ്മേ? അവള് കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം. എന്റെ മോള് കഴിക്കും. നമുക്ക് പുട്ടു മതിയോ? ഞാൻ എടുത്തോളാം. മക്കൾ കഴിക്കും. അമ്മ ഒരു ചായ എടുത്തോണ്ട് വരട്ടെ. ഏട്ടാ ഏട്ടാ എന്താണോ? ഏട്ടാ ആരാ ഏട്ടത്തൊക്കെ വലിച്ചു വരിട്ട്? ഏട്ടനാണോ? ഞാനൊന്നുമില്ല. പിന്നാരാ? ആ ചിലപ്പോൾ രേവതി ആയിരിക്കും. അവൾ ഇങ്ങോട്ട് വന്ന് കയറുന്നുണ്ടായിരുന്നു. രേവതിയോ? എന്ത് കഷ്ടമാണ് ഏട്ടാ. അറ്റ്ലീസ്റ്റ് സാധനങ്ങൾ എന്റെ സാധനങ്ങൾ എടുത്ത് പുറത്തിടുമ്പോ എന്നോടൊന്ന് ചോദിക്കണ്ടേ? അവള് കഴിഞ്ഞ ആഴ്ച വന്നപ്പോ എന്റെ ചുരിദാർ 3 എണ്ണം എടുത്തോണ്ട് പോയത് ചോദിക്ക് പറയും പോലെ ചെയ്യാണ്ട്. എടോ അതിനിപ്പോൾ എന്താ, തനിക്ക് ഡ്രസ്സ് വേണോ? അത് നമുക്ക് വാങ്ങിച്ചാൽ പോരെ?
എൻ്റെ ഏട്ടൻ ഞാനും അവളെ പോലെ ഒരു സാധാരണ പെൺകുട്ടിയാ. എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ നിധി പോലെ സൂക്ഷിച്ചു വെക്കണത്. അപ്പൊ എനിക്ക് എന്ത് വിഷമം ഉണ്ടാവും ഇങ്ങനെ എടുത്തോണ്ട് പോയി കഴിഞ്ഞാ? എടോ, ഇതിപ്പം ഞാൻ അവിടെ ചെന്ന് ചോദിച്ചാൽ എന്താ ഉണ്ടാവുന്നത് എനിക്കറിയാമല്ലോ. അമ്മ തന്നെ കുറ്റപ്പെടുത്തത്തുള്ളൂ. എടോ, തനിക്കിപ്പോൾ ഒരു പണിയില്ലാതെ ഇവിടെ വെറുതെ ഇരിക്കണോണ്ടാ ചെറിയ കാര്യത്തിന് പോലും താനിങ്ങനെ ഫെയിലാവുന്നത്. അന്ന് ഓൺലൈനിൽ ഒരു ജോബ് നോക്കിയെന്ന് പറയല്ലേ, അതെന്തായി? അതിന് ലാപ്ടോപ്പൊക്കെ വേണമെന്നാ പറഞ്ഞ. അത് എൻ്റെ കയ്യിലുണ്ടല്ലോ. അപ്പൊ ഏട്ടന് ജോലിക്ക് പോകുമ്പോ ലാപ്ടോപ്പ് കൊണ്ടുപോകണ്ടേ? എനിക്ക് ഒരെണ്ണം പുതിയത് വാങ്ങിക്കാം. പുതിയതോ? ആ, അതിനൊക്കെ കുറെ കാശാവില്ല ഏട്ടാ. EMI ഇല്ലേ, നമുക്ക് വാങ്ങാടോ. ആണോ? ആ, ഇപ്പം എന്തായിരുന്നാലും അത് വെച്ച് താമസിപ്പിക്കേണ്ട, എത്രയും പെട്ടെന്ന് അതിന് ജോയിൻ ചെയ്യണം. ഞാനും കൂടെ കൂടാ. വേണ്ട, ഞാൻ ചെയ്തോളാം. വേണ്ട, ഞാനും കൂടെ സഹായിക്കും. ഇത് നോക്കി, നല്ല ഉടുപ്പല്ലേ? ഉടുപ്പൊക്കെ എൻ്റെ എനിക്ക് വാങ്ങിച്ചേരണേ. എനിക്കിത് തന്നെ പണി. അമ്മ, ഞങ്ങളൊന്ന് പുറത്തോട്ട് പോയിട്ട് വരാം. നിങ്ങളിത് എവിടെ പോവാ? അത് തന്നെ, ഒരു ചോദ്യം പറിച്ചില്ലാതെ എവിടെ പോകുന്നു? ഇവളിവിടെ ഇരുന്ന് ബോറടിക്കുകയല്ലേ, ചുമ്മാ ഒരു സിനിമ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഓ, ഞങ്ങളൊക്കെ ഇവിടെ 27 മണിക്കൂറും നാളെ നിങ്ങളുടെ സർക്കിട്ടാണല്ലോ. നമുക്കെല്ലാവർക്കും കൂടെ പിന്നൊരു ദിവസം പോവാം. അത് മതി, അടയാൻ പോയിട്ടോ. അത് പറ്റില്ല, എനിക്കും വരണം. എടി, 2 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളൂ. എന്നൊരു കാര്യം ചെയ്യും, ആ ടിക്കറ്റിൽ ഇവർ രണ്ടുപേരും പോട്ടെ, നിങ്ങൾക്ക് പിന്നെ പോകാമല്ലോ. അതൊന്നും ശരിയാകത്തില്ല. അടയാൻ പോകെ. എന്താ ശരിയാവത്തെ? എനിക്ക് സിനിമ കാണണം. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ വാ, ഇല്ലെങ്കിൽ ഞാൻ ഏട്ടൻ്റെ കൂടെ പോകും. എനിക്ക് എന്തടി ബോധമില്ലേ? അളിയാ, ഞാൻ ടിക്കറ്റ് വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്, നിങ്ങൾ പോയിട്ടോ. നമുക്ക് പിന്നെ ഒരു ദിവസം പോവാം. കുത്തിയിരിക്കാൻ ഒരുങ്ങി പോവാൻ നോക്കുന്നതിനോട് ഞാൻ പറഞ്ഞു തരാമേ. ഓടി. വാ, ഇന്ന് താളം ചോട്ടിക്കൊണ്ടിരിക്കുന്നേ. എന്റെ കൊച്ചുവിടെ വന്ന് നിൽക്കുമ്പോഴാ അവൾക്ക് അവനെയും കൊണ്ട് സിനിമയ്ക്ക് പോന്നെ. ഒന്ന് പോകും, കാണാം. ഈ തുണിയുടെ അലക്കിട്ടേര്. രേവതിയുടെയാ, വിലയുള്ളതാ. നിന്റെ വൈരൊക്കെ നിന്റെ കീറി കളഞ്ഞേക്കല്ലേ. രേവതി അലക്കിക്കോളില്ലേ അമ്മ? ഓ, എന്റെ കൊച്ചിന്റെ 2 തുണി കഴുകാൻ പറഞ്ഞപ്പോഴത്തേന് നീ മറുചോദ്യം ചോദിക്കുന്നു. നിനക്ക് പറ്റത്തില്ലേ പറഞ്ഞാ മതി, ഞാൻ അലക്കിക്കോളാം. അതല്ല, രേവതി ഇവിടെ ഒരു പണി ചെയ്യുന്ന കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അതെ, എന്റെ കൊച്ചു നിന്നെ പോലെ ഗതിയില്ലാത്തടത്തൊന്നും അല്ല. ഇവിടെ ഞാൻ അവളെ കുനിഞ്ഞൊരു ഇല പോലെ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ അവളെ വളർത്തിയത്. അവിടെ ഭർത്താവും വീട്ടുകാരും അതേപോലെ അവളെ നോക്കുന്നത്. നീ കണ്ടിട്ടില്ലേ അവളെ അവൻ കൈവെള്ളയില കൊണ്ട് നടക്കുന്നത്. എന്റെ കൊച്ചിന്റെ സൗന്ദര്യം കണ്ടട്ടെ അവൻ ഇങ്ങോട്ട് വന്നാ ചോദിച്ചത്. അറിയാമോ നിനക്ക്? അവരുടെ ലവ് മാരേജ് അല്ലായിരുന്നോ? വേണ്ടാതിനും പറഞ്ഞേക്കല്ലേ കേട്ടാ. അല്ല, ഏട്ടൻ പറഞ്ഞു ലവ് മാരേജ് ആയിരുന്നു. അവന് വട്ടാ. എന്റെ കൊച്ചിനെ ആലോചിച്ചാ ഈ കല്യാണം നടത്തിയത്. അവന്റെ കുടുംബം നല്ലതാണ്ടേ ഞങ്ങൾ ആ കല്യാണം നടത്തിയത്. അല്ലാതെ ലവ് മാരേജ് ഒന്നും അല്ല. എന്റെ കുടുംബത്തിലെ ഇതുപോലൊരു നല്ല അടക്കോതുക്കുള്ള കൊച്ചില്ല. ഞാൻ അങ്ങനെ അവളെ വളർത്തിയത്. നിനക്ക് നനയ്ക്കാൻ പറ്റത്തില്ലേ പറഞ്ഞാ മതി, ഞാൻ അനയിക്കോളാം. അല്ല, ഞാൻ നനച്ചോളാം, ഞാൻ ചെയ്യാം. എൻ്റെ അമ്മേ, എന്ത് നല്ല സൂപ്പർ സിനിമ ആയിരുന്നറിയോ? ഞാനെങ്കിൽ ചിരിച്ചിരിച്ചിരിച്ചങ്ങ് ചത്തു. ഇത്രയ്ക്കും അടിപൊളി പടമായിരുന്നു. ഈ പോപ്കോൺ തീറ്റക്കിടയിൽ നീ സിനിമയൊക്കെ കണ്ട? ഇതേ ഗണേശേട്ടാ, കൂടുതലും കളിയാക്കല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈയിടെയായിട്ട് എന്നെ കളിയാക്കി ഇച്ചിരി കൂടുതലാ. ഞാനൊന്നും പറയുന്നില്ലേ, എനിക്ക് കുറച്ച് മനസമാധാനം വേണം. ഏട്ടനെന്താ അവിടെ പോയിരുന്നോ? ഞാൻ ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കാൻ പോകാം. ലാപ്ടോപ്പോ? എവിടെ നോക്കട്ടെ. ഓ,
നല്ല വെയിറ്റ് ഉണ്ടല്ലോ. ഹായ്, അയ്യോ നല്ല അടിപൊളി ലാപ്ടോപ്പ് ആണല്ലോ. അതെ, എന്റെ ലാപ്ടോപ്പ് ഹാങ് ആയത് തൊട്ട് ഞാൻ ആലോചിക്കുക പുതിയൊരെണ്ണം മേടിക്കണമെന്ന്. ഇത് ഞാൻ എടുക്കുവാണേ. താങ്ക് യു ചേട്ടാ. കണ്ടു പഠിക്കും മനുഷ്യ. എന്റെ ചേട്ടൻ എനിക്ക് അറിഞ്ഞു ലാപ്ടോപ്പ് മേടിച്ചെന്നാണ്ടോ. നിനക്കെന്തിനാണ് ലാപ്ടോപ്പ്? നീ IAS പഠിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, വെറുതെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടല്ലേ? അല്ലെങ്കിലും അവനെ രേവതി കഴിഞ്ഞിട്ടേ ഉള്ളു ആരും. അവക്ക് എന്ത് വാങ്ങിച്ചാലും അവൻ പൈസയും നോക്കാറില്ല. അതെ, ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചതല്ല, പിന്നെ രമ്യക്ക് വേണ്ടി വാങ്ങിച്ചതാ. ഇവളൊരു ഓൺലൈൻ ജോബിന് ചേർന്നായിരുന്നേ, അപ്പം അതാ വാങ്ങിച്ചത്. അമ്മേ, അത് അവക്ക് കൊടുക്കടാ, അവക്കല്ലേ ആവശ്യമുള്ളത്. അമ്മ, ഇവക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. അവക്ക് ജോലിക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചതാ. ഓ ചേട്ടൻ ആ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടേട്ടാ. അല്ലെങ്കിലും പെങ്ങന്മാരെ തേനാണ് പാലാണെന്ന് പറഞ്ഞാലും കല്യാണം കഴിയുന്നോട് പെങ്ങന്മാരോടുള്ള സ്നേഹമൊക്കെ അങ്ങ് പോവും. പിന്നൊക്കെ ഭാര്യമാരുടെ അടുത്തായിരിക്കുമല്ലോ. നീ പറഞ്ഞത് ശരിയാ മക്കളെ. ചില ഏഷ്ണി ഏറ്റി കൊടുക്കാൻ ആൾക്കാരുണ്ടെങ്കിലേ പിന്നെ അവർക്ക് അമ്മയും അച്ഛനെയും ഒന്നും വേണ്ട. അളിയെ ഇതൊന്നും ശ്രദ്ധിക്കണ്ട. ഇവക്കിപ്പോൾ ലാപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. അവൾക്ക് വെറുതെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലാപ്ടോപ്പ്. അവളത് കളിപ്പിച്ച് നശിപ്പിക്കാതെ അളിയത് രമ്യക്ക് കൊടുത്തേ. അവൾക്കൊരു ജോലി കിട്ടിയല്ലേ. നീ ഒന്ന് മിണ്ടായിരിക്കും മോനെ. അവക്ക് വാങ്ങിച്ചപ്പോഴേ ഇവക്കൂടെ ഒരെണ്ണം വാങ്ങിച്ചാൽ എന്തായിരുന്നു? അമ്മ, ആൾക്ക് ഓരോരുത്തർക്കും വേണ്ടി വാങ്ങിക്കാൻ വേണ്ടി ഞാൻ അംബാനിയുടെ മോനൊന്നും അല്ല. ഇത് തന്നെ EMI എടുത്താ വാങ്ങിച്ചത്. അതും അത്ര അത്യാവശ്യമായതുകൊണ്ട്. അപ്പൊ നീ എന്റെ കൊച്ചിന് ഇത് കൊടുക്കൂലല്ലേ? അമ്മ കുറെ നേരം കൊണ്ട് എന്റെ കൊച്ചെന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ എന്താ അമ്മയുടെ കൊച്ചല്ലേ? നോക്കുമ്പോളെ അവൻ പറയുന്നത് എന്റെ മുഖത്ത് നോക്കി പേടിച്ച് നിൽക്കുന്നവനാ. ഏഷണിയേറ്റി കൊടുത്ത് കണ്ടോ അവൻ പറയുന്ന കേട്ടോ. എന്ത് കൈവശമാണ് നീ കൊടുത്തത് എന്റെ കൊച്ചിന്? അമ്മയും വേണ്ട, ഇപ്പൊ അവന് കൂടെ പറമ്പിലേയും വേണ്ട. നീ മുടിഞ്ഞു പോവടി. എനിക്ക് ലാപ്ടോപ്പ് വേണ്ട കേട്ടാ, അത് രേവതിക്ക് കൊടുത്തേക്ക്. അവര് പോയി. അപ്പൊ ഈ ലാപ്പ് എനിക്ക്. ആ ലാപ്ടോപ്പ് എവിടെ വെക്കടി? അതെങ്ങാനും തൊട്ടാ നിന്റെ കൈ ഞാൻ വെട്ടും. പ്രേമിച്ച പെണ്ണല്ല എന്ന് എഴുതി ഓരോന്ന് കാണിച്ചു കൂട്ടിയപ്പോൾ ഒരക്ഷരം ഞാൻ പറയാതിരുന്നതാ. നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ഓടി, ഒരു തുണിയെല്ലാം എടുത്തു പോയി. ഇപ്പൊ ഈ നിമിഷം നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുക. ഓടി നോക്കിക്കൊണ്ടിരിക്കാതെ. അമ്മേ, നിന്റെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഓടി, ബാഗിലെടുത്ത് വേടി തുണി. മോനെ, നീ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. നിനക്ക് എന്ത് പറ്റി മോനെ? നിങ്ങൾ മിണ്ടരുത്. നിങ്ങൾ ഒറ്റ ഒരുത്തിയാണ് അവിടെ നശിപ്പിച്ചത്. ആരോടെങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തില്ല, പെരുമാറണമെന്ന് അറിയത്തില്ല, ബോധമില്ല, വിവരമില്ല. പ്രേമിച്ചു പോയെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. ഈ രണ്ടെണ്ണം പൊട്ടിച്ച് അവളെ നേർവഴിക്ക് വരുത്താനായിട്ട് എനിക്കറിയാം. പിന്നെ അടിച്ചിട്ട് ആണത്തം കാണിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും ചെയ്യാതിരുന്നത്. നിങ്ങളെ കൂടെ ഇനി അവൾ നിന്നാലേ എൻ്റെയും കൂടെ ജീവിതമാണ് നശിക്കാൻ പോകുന്നത്. എല്ലാം എടുത്തടി, ഞങ്ങൾ ഇറങ്ങുക. ഇനി ഇങ്ങോട്ടൊരു മടക്കം ഉണ്ടാകത്തില്ല. പിന്നെ എൻ്റെ അമ്മയും കുടുംബക്കാരെയും കുറിച്ച് മണിക്കൂറുകളോളം കുറ്റം പറയുന്നത് ഇവിടെ കൊണ്ട് നിർത്തിക്കോണം രണ്ടും. ആ രമ്യ ഒരു പാവമായതുകൊണ്ട് രണ്ടുപേർക്കും കൊള്ളാം. വേറെ വല്ല പെണ്ണുങ്ങൾ വേണമെങ്കിലേ അമ്മയും മോളെ ഇപ്പം ഇവിടുന്ന് പറപ്പിച്ചേനെ. മരുമോളെ സ്നേഹിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. അല്ല, നിങ്ങളെ കൊണ്ട് അത് പറ്റത്തുമില്ല. അവരെ ഉപദ്രവിക്കാതെങ്കിലും ഇരുന്നൂടെ? നിങ്ങൾ മരുമോളത്ത് പോരെടുക്കുമ്പോഴേ നിങ്ങളുടെ മകനും കൂടെയാണ് അത് അനുഭവിക്കുന്നത്. എല്ലാം എടുത്താടി. ഇതൊക്കെ ആരാ തുണിയാ? രമ്യയുടെ. ആരുടെ? ചേച്ചിയുടെ. നീ ഇതൊക്കെ ചോദിച്ചിട്ടാണോ എടുത്തത്? അല്ല. രമ്യ, എടുത്ത് പുറത്തെറി. നിന്റെ തുണിയല്ലാതെ ഒറ്റ ഒരെണ്ണം കണ്ടുപോയില്ല. രമ്യ, രമ്യ, അവളുടെ തുണിയെല്ലാം എടുത്ത് അവൾക്ക് തന്നെ കൊടുത്തോണം കേട്ടടി. എന്തൊക്കെ കൊടുക്കടി. അല്ല ഇത് അല്ല, എൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് ചീത്ത കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ അവളെ ഞാനൊന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സോറി പറയാൻ ഞാൻ പ്രത്യേകം പറയണോ? സോറി രമ്യ, സോറി. നിനക്കിവിടെ അമ്മയെ കൊണ്ട് തന്നെ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. ഇനി ഇവളുടെ ശല്യം എന്തായാലും ഉണ്ടാവത്തില്ല.
പിന്നെ രമ്യത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. താഴുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഒരു പരിധി കൂടുതൽ താന്നു കഴിഞ്ഞാൽ പലരും തലയിൽ കയറി നിരക്കും. കുറച്ചും കൂടെ ബോൾഡാവുകയും കേട്ടോ. നീ എന്താ വായി നോക്കിക്കൊണ്ടിരിക്കുന്നത്? എറി ബാഗ്. ഇങ്ങോട്ട് പാടി തള്ളേരടുത്ത് അഭിപ്രായം ചോദിച്ചോണ്ടിരിക്കുന്നു കേട്ടോ. നമുക്കറിയണ്ട, ഗണേഷ് നല്ല ആളാ. അവളെന്തായാലും പൊന്നുപോലും നോക്കിക്കോളും. മറ്റു സ്ത്രീകളുടെ മാനസിക പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരാൾ എന്തായാലും ഭാര്യനെ പൊന്നുപോലും നോക്കും. എനിക്കറിയാം അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലാന്ന്, പക്ഷെ എനിക്ക് അമ്മേനെ ഭയങ്കര ഇഷ്ടം. ദേഷ്യമൊന്നുമില്ല. ഏട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ അമ്മേ. നമ്മൾ എന്തിനാ ഇങ്ങനെ കലഹിച്ച് സമയം കളയുന്നത്? രേവതയെ പോലെ അല്ലെങ്കിലും നമുക്ക് കുറച്ചെങ്കിലും എന്നെ സ്നേഹിച്ചുകൂടെ? എനിക്കിഷ്ടം അങ്ങനെയൊക്കെ. നമ്മൾ ശരിക്കും മനസ്സിരുത്തി ചിന്തിച്ചു നോക്കും. കരയണ്ട.